Hello, good morning all. Good morning, ma'am. ഒരു മിനിറ്റ്. നിങ്ങൾക്ക് സ്ക്രീൻ വിസിബിൾ ആണോ? No, അല്ല. മാമിന് വിസിബിൾ ആണ് മാം. Hello, good afternoon. Hello, good afternoon all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. നിങ്ങൾക്ക് വിസിബിൾ ആണല്ലോ അല്ലേ? Yes, ma'am. അപ്പോ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഫ്രണ്ട് ഓഫീസ് എടുത്ത് നോക്കിയായിരുന്നോ? ഹലോ, എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രണ്ട് ഓഫീസ് എടുത്ത് നോക്കിയായിരുന്നോ? Yes, ma'am. വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആയിരുന്നു നോക്കി ma'am. എങ്കിൽ നമുക്ക് എന്തൊരു ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. എല്ലാവരും കൂടി വോയിസ് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് കുറച്ച് ഭാഗം കൂടെ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞോടത്തോളം തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നിങ്ങൾക്ക് ആ ക്ലാസ്സും കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം. മനസ്സിലാവും? കാണുന്നില്ല? ഓക്കെ, ഞാൻ പോസ് ചെയ്ത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ ക്ലാസ്സും കൂടി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പേജ് നമ്പർ ഇല്ല, നിങ്ങളുടെ ഹെഡിങ് നോക്കാം. അതായത് നിങ്ങളുടെയൊക്കെ വ്യത്യസ്തമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എടുക്കാനുള്ളത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓപ്പറേഷൻ ഹോസ്പിറ്റൽ. ടൈമിംഗ് വരെയാണ് നമ്മൾ എടുത്തു വെച്ചത് അല്ലേ? അല്ലേ, ഈ ക്ലാസ്സിൽ അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ആ ഒരു ഭാഗമാണ് എടുക്കേണ്ടത്. PDF കാണുന്നില്ല. എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണോ? കാണുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എനിവേ എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും. പേജ് നമ്പർ ഇവിടെ ആരോ പറഞ്ഞു കേട്ടോ, 45 എന്ന് പറഞ്ഞു. എല്ലാവരും നോക്കാം, 45 ആയിരിക്കും ചിലപ്പോ. അപ്പോ എന്താണ് നമ്മുടെ ഫ്രണ്ട് ഓഫീസിന്റെ ഒരു ലാസ്റ്റ് ഭാഗം കൂടെയാണല്ലോ. നമുക്ക് നോക്കാം. ഇതും കൂടി കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ എന്താ പറയുക, റിസപ്ഷനിസ്റ്റിന്റെ കുറെ കഴിവുകളും സ്കില്ലുകളും തന്നെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്നത്. ഇതും കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപ അല്ലെ, നമ്മൾ സാധാരണയായിട്ട് ഒരു ഫ്രണ്ട് ഡെസ്കില് എവിടെയും നമ്മൾ ചെല്ലുമ്പോൾ ഫ്രണ്ട് ഓഫീസ് ഉണ്ടാവും, അവർ ചെയ്യുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. റിപ്പീറ്റ് ചെയ്ത് നമ്മളത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയാ ബോറായിട്ട് വരും. കാരണം വീണ്ടും വീണ്ടും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻ കേസ് നമുക്ക് ഈ ക്ലാസ്സുകൾ കൂടി തീർക്കാൻ നോക്കാം. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ക്ലാസ്സും കൂടി കേട്ട് കഴിയുമ്പോൾ വീണ്ടും പറഞ്ഞു തന്നെ ആവർത്തിക്കുമ്പോൾ ഇനി എന്തെങ്കിലും ചെറിയ ചെറിയ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ കേട്ട് കഴിയുമ്പോൾ അവസാനം ക്ലിയർ ഔട്ട് ആവും. ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. എന്താണ് ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അല്ലെ പ്രധാനമായിട്ടും പറയുന്നത് എ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഇസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് ആൻഡ് മാനേജസ് വേരിയസ് ടാസ്ക്. അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന എക്സിക്യൂട്ടീവിന് അവരുടേതായ വ്യത്യസ്തമായിട്ടുള്ള കടമ്പകൾ അല്ലെ, കാര്യങ്ങളെല്ലാം അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പൊ അതെല്ലാം അവര് ഫേസ് ചെയ്യേണ്ടി വരും. ടൈമിങ് എടുത്തു, അതുവരെയാണ് ഞാൻ എടുത്തു വെച്ചെന്നാണ്. അതായത് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 hours വർക്കിംഗ് ആണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിൽ നമുക്കറിയാം ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ വർക്കിംഗ് ആണ്. അത് 3 ഷിഫ്റ്റ് ആയിട്ടാണ് അവിടെ സാധാരണയായിട്ട് ഈ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിൽ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല.
ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഇല്ല, ടൈമിംഗ് വരെയാണ് ഞാനും ഇവിടെയും പറഞ്ഞു നിർത്തിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇൻ കേസ് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ വീണ്ടും പറയാം. എന്താണ് റിപ്പോർട്ട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ടൈമിംഗ് ആണ്. അതായത് ലാസ്റ്റ് ഒരു ഹെഡിങ് എന്ന് പറയുന്നത് ടൈമിംഗ്. ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours സർവീസ്. അതായത് 24 മണിക്കൂറിന്റെ സേവനമാണ് അവിടെ സാധാരണയായിട്ട് ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലുള്ള എക്സിക്യൂട്ടീവിന് ഉണ്ടായിരിക്കുക. The staff works in 3 shifts. സാധാരണയായിട്ട് 3 ഷിഫ്റ്റ് ആയിട്ട് അല്ലെ, ഉച്ചയ്ക്ക് ഒരു 24 മണിക്കൂർ ആകുമ്പോൾ 3 ഷിഫ്റ്റ് ആയിട്ടാണ് ഇവർക്ക് ഡ്യൂട്ടീസ് അലോട്ട് ചെയ്ത് കൊടുക്കുക, അനുവദിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ടൈമിംഗിൽ പറഞ്ഞത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഭാഗം എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അതിന്റെ അവരുടെ കുറെ പ്രവർത്തനങ്ങളും കൂടി വിവരിച്ചുകൊണ്ട് അവസാന ഭാഗമായതുകൊണ്ട് വീണ്ടും ഒന്നും കൂടി എന്താ പറയുന്നത് ഇവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടി പറയുകയാണ്. ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് ഈസ് എ പേഴ്സൺ ഹു വർക്ക്സ് ഇൻ ദ ഹോസ്പിറ്റൽ ടു ഓഫീസ് ആൻഡ് മാനേജ് വേരിയസ് ടാസ്ക്. അവർക്ക് ഹോസ്പിറ്റലിന്റെ വ്യത്യസ്ത തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടി വരും, കടമകളെല്ലാം ഫേസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. Then he is or she is responsible for a basic clerical tasks such as answering phones, greeting patients and visitors, and scheduling appointments in a professional and timely manner. Most medical receptionists works in a physician office, dentist office, hospitals or another medical facilities. സാധാരണയായിട്ട് ഇവർക്ക് ബേസിക്കലി ക്ലറിക്കൽ ആയിട്ടുള്ള വർക്കുകളല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് വരും. അപ്പൊ അവർക്ക് ആവശ്യമായ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഫോൺ കോൾ വഴി ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അവർക്ക് ഫോൺ വേണം വിളിക്കണമെങ്കിൽ എന്താണ് ആദ്യം തന്നെ നമ്മൾ വെൽക്കം ചെയ്യണം, അല്ലെങ്കിൽ ഗ്രീറ്റ് ചെയ്യണം. അവരെ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ആ രീതിയിൽ ആൻസർ ചെയ്തതിന് ശേഷമാണ് അവർക്ക് ആവശ്യമായ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നത്. ആൻഡ് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ കേസ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടൊക്കെ ആണെങ്കിൽ എന്താണ് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ഏത് ടൈമിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. പിന്നെ പ്രൊഫഷണൽ, അതായത് കൃത്യമായിട്ട് ഒരു ഇതുണ്ടാവും, ഒരു പ്രോട്ടോകോളൊക്കെ അനുസരിച്ചിട്ടായിരിക്കണം ഇങ്ങനെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കേണ്ടത്. അതാണ് പറയുന്നത് ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ എ പ്രൊഫഷണൽ ആൻഡ് ടൈംലി മാനർ. അതായത് കൃത്യമായിട്ട് ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിക്കാനൊന്നും പാടില്ല കസ്റ്റമേഴ്സിനൊന്നും. അതനുസരിച്ചുള്ള രീതിയിലായിരിക്കണം ഇവർക്ക് ഷെഡ്യൂൾ അപ്പോയിന്റ്മെന്റ്സിനൊക്കെ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കേണ്ടത്. മോസ്റ്റ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വർക്ക് ഇൻ എ ഫിസിഷ്യൻ ഓഫീസ്. സാധാരണയായിട്ട് നമുക്കറിയാലോ റിസപ്ഷനിസ്റ്റിന്റെ ഒരു മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മിക്ക സ്ഥലങ്ങളിലും റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് വരുന്നുണ്ട്. അതായത് അവരെ നേരിട്ട് കസ്റ്റമേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന ഒരു വിങ് ആണത്. അപ്പോ സാധാരണയായിട്ട് എന്താണ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിൽ എടുത്തു കഴിഞ്ഞാൽ ഫിസിഷ്യൻസിന്റെ ഓഫീസുകളിൽ അല്ലെ നമുക്കറിയാം മിക്കവാറും ഹോസ്പിറ്റല് വീടുകളിൽ തന്നെ ഫിസിഷ്യൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് ചിലപ്പോൾ ഇത്തിരി കൂടി സ്മോളസ്റ്റ് ആണെങ്കിലും ഇച്ചിരി കൂടിയും കസ്റ്റമേഴ്സ് ഉള്ളതാണ് എങ്കിൽ ഇത്തിരി കൂടി പേഷ്യൻസ് ഒക്കെ ഉള്ളതാണെങ്കിൽ അവിടെ എന്താണ് ഒരു റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടാവാം. ഡെന്റിസ്റ്റ് ഓഫീസ്, ഇൻകേസ് ഡെന്റൽ ക്ലിനിക്കുകളൊക്കെ നടത്തുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ നിയറസ്റ്റ് ആയിട്ടൊക്കെ ഉള്ള പ്ലേസുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെ എല്ലാം എന്താണ് ഇങ്ങനെ റിസപ്ഷനിസ്റ്റിന്റെ പോസ്റ്റ് ഉണ്ടാവും. ഹോസ്പിറ്റൽ ഓർ അനന്തർ മെഡിക്കൽ ഫെസിലിറ്റീസ്, ഏത് മെഡിക്കൽ ഫെസിലിറ്റീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുമ്പോഴും ഈ റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഏരിയ ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇൻ സ്മോളർ ഓഫീസസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. അതായത് നമുക്കറിയാമല്ലോ വലിയൊരു ഹോസ്പിറ്റലാണ് എങ്കിൽ അവർക്ക് വലിയൊരു മെയിൻ ആയിട്ടുള്ള ഒരു റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഓഫീസ് ഉണ്ടാവും അല്ലെ. ചെറിയ നമ്മൾ നേരത്തെ പറഞ്ഞ ഡെന്റൽ ക്ലിനിക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാർഡിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു ഡോക്ടറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിൻ്റെതായ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അവർക്ക് ആ മെഡിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻ കേസ് ഡോക്ടേഴ്സ് പരിശോധിക്കുന്നതിനനുസരിച്ച് ചിലപ്പോ എന്താണ് കമ്പ്യൂട്ടറിലേക്കൊക്കെ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഡ്യൂട്ടീസും എന്താണ് ചെറിയ ഇതുകളാണെങ്കിലും ഫേമുകളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ അവരെന്താണ് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി ചെയ്യും. ഒപ്പം തന്നെ എന്താണ് ഡോക്ടേഴ്സിന്റെ ഒപ്പം അസിസ്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസ് ഉപയോഗിക്കേണ്ടതാണ് എങ്കിൽ അതനുസരിച്ചിട്ടുള്ള. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ മാതിരി എന്തെങ്കിലും എക്സ്റേസോ അല്ലെങ്കിൽ സ്കാനിങ് ചെറിയ ഒരു ഫേം ഒക്കെ ആണെങ്കിൽ അല്ലെ, അപ്പൊ അതിനും അസിസ്റ്റ് ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി അവർക്ക് ഉണ്ടാവായിരിക്കും. ആക്ച്വലി റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയും ചെയ്യണം, മറ്റ് ചിലപ്പോൾ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യേണ്ട ചില ഡ്യൂട്ടികളും ചെയ്യേണ്ടി വരും.
അതാണ് ഇവിടെ പറയുന്നത്. ഇൻ സ്മോളർ ഓഫീസ് മെഡിക്കൽ റിസപ്ഷനിസ്റ്റ് വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ബോത്ത് ദ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് ക്ലിനിക്കൽ ഡ്യൂട്ടീസ്. ചെറിയ ചെറിയ ഫേമുകളൊക്കെ ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. In large office, they may only be responsible for administrative or clerical duties. അതായത് അവിടെ വലിയ വലിയ എന്താണ് ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി അല്ലെ. ഡോക്ടേഴ്സിന്റെ അസിസ്റ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ മെഷീൻസിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ടെക്നിക്കൽ ആയിട്ടുള്ള അവയർനെസ് ഒന്നും ആവശ്യമില്ല. അതായത് അത് വലിയൊരു ഫാം ആവും. അപ്പൊ അവർക്ക് അവരുടേതായ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി മാത്രം ചെയ്താൽ മതി. The position is referred to as a medical office assistant, receptionist or a healthcare administrative professional. അതായത് അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ പറയുന്നത്, ഇവരുടെ പേര് എന്ന് പറയുന്നത് റിസപ്ഷനിസ്റ്റിന്റെ മറ്റു പേരുകളിലൊക്കെ അറിയപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. എന്തൊക്കെ പേരില്ല? മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റ്, മെഡിക്കൽ അസിസ്റ്റന്റ്, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഡോക്ടറിനെ കൂടി അസിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റ്, റിസപ്ഷനിസ്റ്റ് വലിയ വലിയ ഫാമൊക്കെ ആകുമ്പോൾ വലിയ വലിയ ഹോസ്പിറ്റലാകുമ്പോൾ റിസപ്ഷനിസ്റ്റിന്റെ റോള് മാത്രമായിട്ട് ചെയ്യുന്നത്. ഓർ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ, അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള നേരത്തെ പറഞ്ഞ മാതിരി ഹോസ്പിറ്റലിന്റേതായ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന ഘട്ടത്തിലുള്ള ഒരു പോസ്റ്റ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലെല്ലാം റിസപ്ഷനിസ്റ്റിനെ ചാർജ് അല്ലെങ്കിൽ അവരെ വിളിച്ച് അറിയപ്പെടാം എന്നതാണ് പറയുന്നത്. വേറെല്ലേ നമ്മള് കാണാവുന്ന വ്യക്തികളൊക്കെ തന്നെയാണ് നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഈ റിസപ്ഷനിസ്റ്റിനെ പല രീതിയിൽ നമ്മൾ പല സ്ഥലത്തും കണ്ടായിരുന്നല്ലേ. ഇവിടെയൊക്കെ കുറെ റിപ്പോർട്ട് റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടി പറഞ്ഞു. അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റിനും അവരുടേതായ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്യൂട്ടികളായിരിക്കും അലോട്ട് ചെയ്യുന്നത്. അത് നിർവഹിക്കുന്ന പേരുകളിൽ തന്നെയായിരിക്കും അവർ അറിയപ്പെടുന്നത്. മെഡിക്കൽ ഓഫീസ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റന്റോ റിസപ്ഷനിസ്റ്റ് എന്ന പേര് മാത്രമോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊഫഷൻ എന്നൊക്കെയുള്ള രീതിയിലായിരിക്കും റിസപ്ഷനിസ്റ്റുകൾ അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ കണ്ടിന്യൂ ചെയ്യാലോ. കണ്ടിന്യൂ ചെയ്യട്ടെ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. മെയിൻ ജോബ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇവരുടെ റിസപ്ഷനിസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി എന്താണ്, അവരുടെ കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നോക്കാം. ഫസ്റ്റ് വണ്, വെൽക്കംസ് ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് പേഴ്സണലി ഓർ ഓവർ ദ ഫോൺ. സാധാരണയായിട്ട് നമ്മൾ നേരത്തെ എല്ലാം ഡിസ്കസ് ചെയ്ത കുറെ പോയിന്റ്സ് തന്നെയാണ് ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത്. നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. അതിൽ ആദ്യം തന്നെ പറയുന്നത് എന്താണ്? വെൽക്കം ആൻഡ് ഗ്രീറ്റ്സ് ഓൾ പേഷ്യൻസ് അല്ലെ, വിസിറ്റേഴ്സ് എല്ലാം വരുന്ന കസ്റ്റമേഴ്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ വിസിറ്റേഴ്സിനെ ആരെയാണെങ്കിലും നമ്മൾ നന്നായി തന്നെ വെൽക്കം ചെയ്യണം അല്ലെ, അവരെ സ്വീകരിക്കണം. ഫസ്റ്റില് പറഞ്ഞു പിന്നിനെ പോലെ നമ്മൾ സ്വീകരിക്കണം. അധ്യാപകന്മാരാണെന്നുള്ള ഒരു പരിഗണനയോടുകൂടി അവരെ ഓക്കെ നോക്കാം. Welcomes and greets all patients and visitors personally or over the phone. ഫോൺ വഴി വരുന്ന എല്ലാ പേഷ്യൻസിനെ വെൽക്കം ചെയ്യുക, അവരെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള ഡ്യൂട്ടിയാണ് ഫസ്റ്റിൽ പറയുന്നത്. സെക്കൻഡ്, the receptionist, even if you cannot verbally greet the patient, greeting eye contact with them, let them know you are aware of their presence and will get to them as soon as possible. ഇൻ കേസ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ചിലപ്പോ നേരിട്ട് ആ വ്യക്തിയോട് കുറച്ച് എൻക്വയറീസ് നടത്താണ്, അന്വേഷണ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പൊ അതിനിടയ്ക്കാണ് റിസപ്ഷനിസ്റ്റിന് ഫോൺ കോൾ വരുന്നത്. അതിനോടൊപ്പം തന്നെ ആയിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിന്റേതായ ക്വസ്റ്റ്യൻസ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടായിരിക്കും ചിലപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവര് ഈ ഫോൺ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും, ചിലപ്പോൾ ആണെങ്കിൽ സിസ്റ്റം യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോ ആയിരിക്കും അതിനിടയ്ക്ക് ആയിരിക്കും ചിലപ്പോ നേരെ നമ്മളുടെ ഫ്രണ്ടിൽ തന്നെ റിസീവർ എന്തെങ്കിലും ഇൻഫോർമേഷന് വേണ്ടിയിട്ട് വരിക. അപ്പൊ അവരുടെ നമ്മളെ കണ്ടു എന്നുള്ള പ്രസൻസ് അവരുടെ മുഖത്ത് നോക്കി അറിയിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഈ പോയിന്റിൽ പറയുന്നത്. ചാപ്റ്റർ നമ്പർ 8 ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. ഫ്രണ്ട് ഓഫീസിലാണ് കേട്ടോ ഇതിന്റെ ചാപ്റ്ററിന്റെ നെയിം. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്, റിസപ്ഷനിസ്റ്റ് ഓക്കെ എഴുതി തന്നെയാണ്. ആരെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ നോക്കാം. ഇതിൽ എന്താ പറയുന്നത്, റിസപ്ഷനിസ്റ്റ് ആയിരിക്കുന്ന വ്യക്തി അദ്ദേഹം
എന്താണ് വെർബലി ഗ്രീറ്റ് ദ പേഷ്യന്റ്, അവരെ നമ്മൾ വെർബലി വിഷ് ചെയ്യുക. ഗെറ്റിംഗ് ഐ കോണ്ടാക്ട് വിത്ത് ദം, ലെറ്റ്സ് ദം നോ യു ആർ അവെയർ ഓഫ് ദെയർ പ്രസൻസ്, അവരുടെ പ്രസൻസ് നമ്മൾ കണ്ടു, ഓക്കെ നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുണ്ട്, പരിഗണിക്കുന്നുണ്ട് എന്നുള്ള ഒരു പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യണം. ആൻഡ് വിൽ ഗെറ്റ് ടു ദം ആസ് സൂൺ ആസ് പോസിബിൾ. അതിനുശേഷം നിങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഒരാൾ വന്ന് എൻക്വയറിക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് വേറെ ഡ്യൂട്ടീസും ഒക്കെ ഉണ്ട് അല്ലെ, റിസപ്ഷനിസ്റ്റ് പല ഡ്യൂട്ടീസ് ഉണ്ടാവും. ഒപ്പം തന്നെ നമ്മള് നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന വിസിറ്ററിനെ ഒന്ന് കണ്ടു എന്ന് പരിഗണിച്ചു എന്നുള്ള ഒരു രീതി അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു ഐ കോണ്ടാക്ടെങ്കിലും ചെയ്യണമെന്നാണ് സെക്കൻഡ് പോയിന്റിൽ പറയുന്നത്. Then third point പറയുന്നത് respond to enquiry by patients, prospective patients and visitors in a courteous manner. അതായത് ഇതിൽ പറയുന്നത് നമ്മുടെ എൻക്വയറീസുകൾ അല്ലെ, അന്വേഷണത്തിന് വരുന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ നമ്മളൊരു ക്ഷമയോടുകൂടി, നമ്മൾ നേരത്തെ കുറെ ഗുണങ്ങൾ വേണമെന്ന് പറഞ്ഞത് അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. എൻക്വയറീസിന് വരുമ്പോൾ പേഷ്യൻസിന് അവർക്ക് ക്ഷമയോടുകൂടി ചോദിച്ചറിയണം. അതേമാതിരി തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കണം അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കാനായിട്ട് അല്ലെ. ഇനി എന്തെങ്കിലും അവരെ എന്തെങ്കിലും പറയണതിന്റെ ഒപ്പം എന്തെങ്കിലും വിമർശനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി നമുക്ക് കേൾക്കാം അല്ലെ, ഉൾക്കൊള്ളാനായിട്ട്. ചിലപ്പോ കുറെ സമയം എടുക്കുന്നുണ്ട്, നിങ്ങളുടെ എന്താണെന്നൊക്കെ ഓരോ ചിലപ്പോ അവർക്ക് എന്തെങ്കിലും വിമർശനങ്ങളും ചിലപ്പോൾ അവരോടൊപ്പം പറയും. അപ്പൊ അതിനെല്ലാം നമ്മളൊരു റെസ്പോണ്ട് അല്ലെ, ഇല്ല നിങ്ങള് കിട്ടോ 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്താൽ മതിയാകും, പ്രോബ്ലമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും നമുക്ക് എക്സ്ക്യൂസ് റിസപ്ഷനിസ്റ്റിനെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവ് ഉണ്ടായിരിക്കണം. ആൻഡ് വിസിറ്റേഴ്സ് ഇൻ കർട്ടീസ് മാനർ അല്ലെ, വിനയത്തോട് കൂടിയിട്ടും നമ്മുടെ വിസിറ്റേഴ്സിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കും, റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ടായിരിക്കണം, നമ്മുടെ റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരിക്കും. അപ്പൊ 2-3 പോയിന്റാണ് പറഞ്ഞത്. ആദ്യം തന്നെ വ്യക്തം ചെയ്യുന്ന കാര്യം, രണ്ടാമത് നമ്മളുടെ ഒരു കൺസിഡറേഷൻ, നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന വ്യക്തി നമ്മൾ പരിഗണിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ നമ്മുടെ ഐ കോണ്ടാക്ട് ഉണ്ടായിരിക്കണം. തേർഡ് വണ്ണില് പറയുന്നത് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം, പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻ കേസ് വിമർശനങ്ങളാണെങ്കിൽ കൂടി അവർക്ക് അതിനനുസരിച്ചുള്ള റെസ്പോൺസ് ഒരു മറുപടി കൊടുക്കാനായിട്ട് ഇവർക്ക് കഴിവുണ്ടായിരിക്കണം. അത് അവരുടെ തന്നെയാണ്. പിന്നെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. നമ്മൾ ഫസ്റ്റ് ഫംഗ്ഷനിൽ നമ്മൾ പറഞ്ഞു അല്ലെ, രജിസ്ട്രേഷൻ ഫംഗ്ഷനൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് ഒരു ന്യൂ രജിസ്ട്രേഷൻ ഒക്കെ നടത്തുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് അല്ലെ, നമ്മളെ നമ്പറൊക്കെ വീട്ടെടുത്തതാണ് സാധാരണ രീതിയിൽ എന്ത് രീതിയാണ് ഫോളോ ചെയ്തത്. എങ്കിൽ ഈ ഭാഗം കാണുന്നില്ല, എല്ലാവർക്കും എങ്ങനെ തന്നെയാണോ? Register new patients ഈ പേജില്ലേ, ഭാഗമില്ലേ? അതെന്തോ നിങ്ങൾക്ക് സംതിങ് ആർക്കോ മിസ്സിംഗ് ആണ്, പക്ഷെ ഭൂരിഭാഗം എല്ലാവർക്കും ഉണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ മെസ്സേജ് എടുക്കാം. നോക്കാം അതിൽ ആർക്കോ മിസ്സിംഗ് ആണ്, പക്ഷെ ഓൾറെഡി ഈ പേജും കൂടി ഉണ്ട്. നോക്കാം രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് അക്കോർഡിംഗ് ടു എസ്റ്റാബ്ലിഷ്ഡ് പ്രോട്ടോകോൾസ്. അതായത് പ്രോട്ടോകോൾ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിന്റെ അതിൻ്റെതായ കീഴ്വഴക്കങ്ങളുണ്ടാവും. അപ്പൊ അതനുസരിച്ച് തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിംഗ് നടത്തണം. പിന്നെ അതെല്ലാം എന്താണ് നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഡ്യൂട്ടിയാണ്. രജിസ്റ്റർ ന്യൂ പേഷ്യൻസ് ആൻഡ് അപ്ഡേറ്റ്സ് എക്സിസ്റ്റിംഗ് പേഷ്യൻസ്, ഡെമോഗ്രാഫിക് by collecting detailed patient information that includes personal and financial information. അതായത് നമ്മളുടെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്യും അല്ലെ, ഇൻഫോർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യും. അപ്പൊ ആ കളക്ട് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, സാധാരണ രീതിയിൽ നമ്മളിപ്പോ ഫസ്റ്റ് വിസിറ്റിംഗ് ആണോ അല്ലെങ്കിൽ ഡോക്ടറിനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, പല പല കാര്യങ്ങളും ഇവര് ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ എല്ലാ തരത്തിലുള്ള അപ്ഡേറ്റ്സും ഇവര് നിലവിലുള്ള ഇതിനോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, പുതിയ പേഷ്യന്റ് ആണ്, അപ്പൊ രജിസ്റ്റർ ന്യൂ പേഷ്യന്റ് ആണെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള സാഹചര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുള്ള ഒരു പിക്ചർ അല്ലെ, ഒരു ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ പറയാണ് ദാറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫോർമേഷൻസ്. ഇപ്പൊ നേരത്തെ നമ്മൾ പറയാറുണ്ട് ഇൻഷുറൻസ് പാക്കേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ഏജുമായിട്ടുള്ള എന്തെങ്കിലും ഡിഡക്ഷൻസോ. ഡെമോഗ്രാഫിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺസിന്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങൾ, അവരുടെ ചിലപ്പോൾ ഏജുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസും എല്ലാം ആവശ്യമാണ്.
അപ്പം ദേഷ്യം പിന്നെ ആ പേഷ്യന്റിനെ കുറിച്ച് നിലവിലുള്ള ചിലപ്പോൾ ഫസ്റ്റ് വിസിറ്റിങ്ങിന് ചിലപ്പോൾ വല്ല ഹോസ്പിറ്റലിൽ നിന്ന് അവർ വരുന്നതായിരിക്കും. അങ്ങനെ എല്ലാ തരത്തിലും അവരുടെ നിലവിലുള്ള സാഹചര്യം അനുസരിച്ചിട്ട് പുതിയ വിസിറ്റർ ആണെങ്കിൽ ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കണ്ടിട്ടായിരിക്കും. അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും അവർ ചോദിച്ചറിയണം. എക്സിസ്റ്റിംഗ് നിലനിൽക്കുന്ന ആ പേഷ്യന്റ് ആണെങ്കിലും അവരുടേതായ എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചറിയണം. ദാറ്റ് ഇൻക്ലൂഡ്സ് പേഴ്സണൽ ആൻഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ്. ഇൻ കേസ് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആയിട്ട് ചിലപ്പോൾ ഇൻഷുറൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളും എല്ലാം തന്നെ ഇവര് ചോദിച്ചറിയണം. രജിസ്ട്രേഷന്റെ ചോദിച്ചറിയണം പറയുന്നു. പിന്നെ അസിസ്റ്റ് patients to complete all necessary forms and documentation including medical insurance. ഇതിന് വീണ്ടും പറയുന്നുണ്ട് എന്താണ് നമ്മളുടെ മെഡിക്കൽ ഇൻഷുറൻസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡോക്യുമെന്റേഷൻ ഒക്കെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഫോമുകൾ എന്തെങ്കിലും അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ, നെസസറി ഫോംസ് അതിനാവശ്യമായിട്ടുള്ള ഏതൊക്കെ ഫോമുകളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതെല്ലാം ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. ആർക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ റിസപ്ഷനിസ്റ്റ് മനസ്സിലാക്കി കൊടുക്കണം. Then ensure patients to complete all necessary forms and documentation including medical insurance. അതായത് അവർ ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതെല്ലാം മനസ്സിലാക്കി കൊടുക്കുക, ഇന്ന ഫോമുകൾ വേണം, ഇന്ന കാര്യങ്ങളൊക്കെയാണെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി കൊടുക്കുക. ഇൻ കേസ് അവര് അവിടെ അഡ്മിഷനോ എന്തെങ്കിലും കാര്യത്തിലൊക്കെ നിൽക്കുകയാണ് പറഞ്ഞെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഫോമുകളും അതിനനുസരിച്ചിട്ടുള്ള ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകളെല്ലാം അവര് കൈകാര്യം ചെയ്തിരിക്കണം, അല്ലെ അവര് അത് കളക്ട് ചെയ്തിരിക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. പേഷ്യന്റ് ടു കംപ്ലീറ്റ് ഓൾ നെസസറി ഫോംസ് ചെയ്യണം. അതിന്റെ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡ്സ് മെഡിക്കൽ ഇൻഷുറൻസ്. മെഡിക്കൽ ഇൻഷുറൻസ് വരെ ഉണ്ടായെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ ഡോക്യുമെന്റ്സും അവര് കൈകാര്യം ചെയ്ത ഫോമുകൾ എല്ലാം ഫില്ലപ്പ് ചെയ്ത് മേടിച്ചിരിക്കണം. Then next എന്ന് പറയുന്നത് ensure patients to complete all necessary forms ensure patients information is accurate including billing informations. അതായത് നമ്മളെ കൃത്യതയോട് കൂടിയിട്ടാണ് പറയുന്നത്. അക്വൈറ്റ് എന്ന് പറഞ്ഞാൽ കൃത്യത. പേഷ്യൻസിന്റെ എല്ലാ ഇൻഫോർമേഷൻസും കൃത്യമായിട്ടാണ്. ഇൻ കേസ് ബില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാം ഇൻഷുറൻസ് പാക്കേജ് ഗവൺമെന്റ് അനുഭവിക്കുകയാണ്. അപ്പൊ അവരുടെ ഫസ്റ്റ് റിലേഷൻ ആയിട്ടുള്ള പാരന്റ്സ് അങ്ങനെയൊക്കെയുള്ള ഫാമിലി മെമ്പേഴ്സ് ഒക്കെയാണ് ഇൻഷുറൻസിൽ അംഗത്വമായിട്ടുള്ളത് ആണോ എന്നുള്ളത് കൃത്യമായിട്ട് ഇവർ ഉറപ്പുവരുത്തേണ്ടത്, അല്ലെ? സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവര് തന്നെ റിസപ്ഷനിസ്റ്റ് തന്നെയാണ് അതെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്യേണ്ടത്. അതാണ് പറയുന്നത് ensure patients informations accurate including billing informations എല്ലാം accurate ആണ്, കൃത്യമാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. Then inform patients of medical officer procedures and policy. അതായത് എന്തെങ്കിലും പേഷ്യൻസിന്റേതായ മെഡിക്കൽ ഓഫീസർ പ്രൊസീജിയേഴ്സും ഇതൊക്കെ തന്നെയാണ് നയങ്ങൾ. ഇതൊക്കെ ഈ നയങ്ങളിലൂടെയാണ്, ഈ രീതിയിലൂടെയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അക്യുറേറ്റ് എന്ന് വെച്ചാൽ കൃത്യത, കൃത്യമായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഫോം പേഷ്യൻസ് ഓഫ് മെഡിക്കൽ ഓഫീസർ പ്രൊസീജിയേഴ്സ് ആൻഡ് പോളിസീസ്. ഒരു ഇവിടെ ഈ ഹോസ്പിറ്റലിൽ ഇന്ന പോളിസീസ് ആണ്, ഇന്ന നയങ്ങളാണ്, അല്ലെങ്കിൽ പ്രവർത്തന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് ഇത്തരത്തിലുള്ള രീതിയിലാണെന്നുള്ള കാര്യങ്ങളെല്ലാം ഇൻഫോം ചെയ്യണം. പിന്നെ മെയിൻറ്റെയിൻ ചില കാര്യങ്ങൾ നമുക്കറിയാലോ, ഫസ്റ്റ് ഡേ എന്താ പറയുക ഓപ്പറേഷന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ചില ബില്ലിംഗ് ഒക്കെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷമാണ് അവര് ചെയ്യുന്നത്. അപ്പൊ ഒരു ഹോസ്പിറ്റലിലും അതിൻ്റെതായ പോളിസീസും പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും, അത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ മെയിൻറ്റെയിനിങ് ആൻഡ് മാനേജ് പേഷ്യന്റ് റെക്കോർഡ്സ്. നമുക്കറിയാം ഒരു വന്ന് ചാർജ് എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ റെക്കോർഡുകൾ ഫോം ചെയ്യാണ്. പിന്നെ ആ ഇതുകൊണ്ടാണ് നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെല്ലുന്നത്. അപ്പൊ ആ റെക്കോർഡുകളെല്ലാം മെയിൻറ്റെയിൻ ഉണ്ടാക്കുക എന്നുള്ളത് ഇവരുടെ ഡ്യൂട്ടിയാണ്. പിന്നെ മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ്, അല്ലെ? നമ്മൾക്ക് ഷെഡ്യൂൾ അനുസരിച്ചിട്ടാണ് പോകേണ്ടത്, അല്ലെ? ഡോക്ടേഴ്സിന്റെ അടുത്ത് ഒരുപാട് എല്ലാവരും ഒന്നിച്ചു പോകാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മൂവ് പേഷ്യൻസ് ത്രൂ അപ്പോയിന്റ്മെന്റ്സ് ആസ് ഷെഡ്യൂൾഡ് ഒരു ക്രമപ്പെടുത്തിയിട്ടുണ്ടാവും. ഇന്ന നമ്പർ എന്നൊക്കെ പറയുകയാണെങ്കിൽ ആ രീതിയിൽ മൂവ് ചെയ്യാനായിട്ട് ഇവരെ അനുവദിക്കുക, പേഷ്യൻസിനെ അനുവദിക്കുക. Then facilitate patients flow by notifying the provider the patient's arrival, being aware of delays and communicating with the patients and clinical staff. നമുക്കറിയാം ചില ഹോസ്പിറ്റലിൽ നിന്നല്ല, ചില ഹോസ്പിറ്റലൊക്കെ ചിലപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ്സ് കിട്ടിയത് ഇപ്പോഴാണ്, പക്ഷെ നമുക്ക് ഈ സാഹചര്യത്തിൽ ആ ടൈമിൽ വരാനായിട്ട് സാധിക്കില്ല, അപ്പൊ ഞങ്ങൾ ചിലപ്പോൾ ഡിലേ ആകും.
അങ്ങനെ ഒരു ഇൻഫോർമേഷൻ നമുക്ക് എൻക്വയറീസിൽ പറയാം അല്ലെ, റിസപ്ഷനിസ്റ്റിൽ പറയാം. റിസപ്ഷനിസ്റ്റ് എന്താ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരികയാണെങ്കിൽ എന്താണ് അവിടുത്തെ ക്ലിനിക്കൽ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവരുടെ കാര്യം ഇൻഫോം ചെയ്യും അല്ലെ, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യം ഫെസിലിറ്റേറ്റ് സൗകര്യപ്പെടുക പേഷ്യൻസ് ഫ്ലോ ബൈ നോട്ടിഫൈങ് ദ പ്രൊവൈഡർ ദ പേഷ്യൻസ് അറൈവൽ എന്ന് പറയുന്നത് വരുന്നത് ബീങ് അവെയർ ഓഫ് ഡിലേ വരാനായിട്ട് സാധ്യതയുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റ് വിത്ത് പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്, അതനുസരിച്ച് ക്ലിനിക്കൽ സ്റ്റാഫായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതനുസരിച്ച് ആശയവിനിമയം നടത്തുക. ഇതെന്നെ പറയുന്നു ആൻസർ ഇൻകമിംഗ് കോൾസ് ആൻഡ് ഡീൽ വിത്ത് ഇൻക്വയറീസ്, അതായത് വരുന്ന കോളുകൾ അതിൻ്റെതായിട്ടുള്ള മറുപടികൾ അവരൊക്കെ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അതിനനുസരിച്ച് ആൻസർ കൊടുക്കണം. ചിലപ്പോൾ ഡോക്ടേഴ്സിന്റെ കാര്യമായിരിക്കും, ചിലപ്പോൾ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയുടെ കാര്യമായിരിക്കും, ചിലപ്പോൾ ലാബിന്റെ റിപ്പോർട്ടിന്റെ ആയിരിക്കും. എന്തായിരിക്കും ചോദിക്കണേന്ന് അറിയില്ല. അപ്പൊ എന്താണ് ചോദിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ കൊടുക്കണം. ആൻസർ ദ ഫോൺ വയൽ മെയിൻറ്റെയിനിങ് പൊളൈറ്റ് consistent phone manner using a proper telephone etiquette. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ അതെന്താണ് സാധാരണ രീതിയിൽ മാന്യമായ രീതിയിൽ ആയിരിക്കണം അവർക്ക് മറുപടി കൊടുക്കേണ്ടത്. then consist ഫോൺ മാനേഴ്സ്, ഒരു സാധാരണ ഫോൺ എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള പ്രോപ്പർ ടെലിഫോൺ ഇറ്റിക്കേറ്റ് മര്യാദയോട് കൂടിയിട്ട് തന്നെ മറുപടികൾ കൊടുക്കാനായിട്ട് ഇവര് റെസ്പോൺസിബിലിറ്റികൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് പറയുന്നു. then transfer calls has required, നമുക്കറിയാലോ നമ്മൾ ഹോസ്പിറ്റലിൽ വിളിച്ച് ചെയ്യുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റ് ഓരോ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അവരെന്ത് ചെയ്യുമ്പോൾ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് കണക്ട് ചെയ്യും. അത് എന്നിട്ടാണ് നമ്മൾ നേരിട്ട് അവരോട് കാര്യങ്ങൾ ചോദിക്കുന്നത്. അതാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫർ കോൾസ് റിക്വയർഡ്, കോളുകൾ ഇനി മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ മാറ്റേണ്ടതുണ്ടെങ്കിൽ അതനുസരിച്ച് അവരൊക്കെ കൈകാര്യം ചെയ്യണം. പിന്നെ കളക്ട് ഫോർ പേയ്സ് ആൻഡ് പേയ്മെന്റ്, അതായത് എന്തെങ്കിലും ചിലപ്പോൾ നമുക്കറിയാലോ ബില്ലിംഗ് സെക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്താണ് ചില കാര്യങ്ങളൊക്കെ ഒന്നിച്ചിറക്കും. ചില ബില്ലുകൾ പറയുന്നതനുസരിച്ച് സെപ്പറേറ്റ് ആയിരിക്കും, ചില ബില്ലുകൾ ചിലപ്പോൾ ആണെങ്കിൽ ഒന്നിച്ചായിരിക്കും അടയ്ക്കുന്നത്. അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നമുക്ക് അടയ്ക്കാമെന്നുള്ള ചില എന്താ പറയുക സാമ്പത്തിക ശേഷി അനുസരിച്ച് അവരെ റെക്കമെൻഡ് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പൊ അതെല്ലാം കളക്ട് ഫോർ പേയ്സ് ആൻഡ് പേയ്മെന്റ്സ് അതനുസരിച്ചിട്ടുള്ള കളക്ഷൻ എല്ലാം അതനുസരിച്ച് തന്നെ കളക്ട് ചെയ്യേണ്ടതാണ്. റിപ്പോർട്ട് സ്റ്റാറ്റിക്സ് ആസ് റിക്വയർഡ്. ഈ കേസ് ഇപ്പൊ ഇതിൽ പറയാനുള്ള മറ്റൊരു കാര്യം കൊണ്ട് ചിലപ്പോൾ ഇൻഷുറൻസ് ഒക്കെ എന്താ പറയുക അടച്ചതിന് ശേഷം ബില്ലിംഗ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇൻഷുറൻസ് പാക്കേജ് കിട്ടുക. അത് ചില ഇൻഷുറൻസിന്റെ പ്രത്യേകതകളൊക്കെയാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർ പേ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് അത് തന്നെയാണ്. ചിലപ്പോ ചില ബില്ലുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ് അടച്ചതിന് ശേഷം പുള്ളി അടച്ചതിന് ശേഷമായിരിക്കും അതിന്റെ പേയ്മെന്റ്സ് വരുന്നത്. ചില ഇൻഷുറൻസ് കാര്യങ്ങളിലൊക്കെ എന്താ പറയുക അവർക്ക് ചിലപ്പോ ആണെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ നെയിം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബില്ലിംഗ് ആയിട്ടായിരിക്കും അവർ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇൻഷുറൻസ് പോളിസി ഉണ്ടെന്നുള്ള കാര്യം അവരുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേയ്മെന്റ്സുകളൊക്കെ ഇവര് ഒന്നിച്ചടച്ചു. അപ്പൊ ഇതെല്ലാം സെപ്പറേറ്റ് അടയ്ക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതെല്ലാം തന്നെ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യുന്നത്. നമുക്കറിയാം റിസപ്ഷനിസ്റ്റിന്റെ പൊസിഷനിൽ ഓക്കെ നമ്മൾ പറഞ്ഞു വരുന്നുള്ളൂ, റിപ്പോർട്ടിലേക്ക് കടന്നിട്ടില്ല. എന്താണ് കളക്ട് കോപ്പേസ് ഉള്ള ഡൗട്ട് അവിടെ വന്നപ്പോ തന്നെ ഞങ്ങൾ നിർത്തി. കളക്ട് കോപ്പേസ് എന്നുള്ള കാര്യമാണ്. അതായത് അതനുസരിച്ചിട്ടുള്ള ബില്ലുകൾ സെപ്പറേറ്റ് ഒന്നിച്ചൊക്കെ വരികയാണെങ്കിൽ അതെല്ലാം കളക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇനി റിപ്പോർട്ട് സ്റ്റാറ്റിക്സ് റിക്വയർഡ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിതിവിവര കണക്കുകൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എന്തെങ്കിലും കേസുകൾ നമ്മളിപ്പോ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് എക്സാമ്പിൾ നോക്കിയാൽ മതി. ചിലപ്പോ എത്ര പേരെ റിപ്പോർട്ട് ചെയ്തു, എത്ര പേര് അഡ്മിഷൻ വന്നു, എവിടെയോ ഒക്കെ മിസ്സിംഗ് ആയിട്ട് നിൽക്കുകയാണ്. ചാപ്റ്റർ 8 എന്താ ഫ്രണ്ട് ഓഫീസാണ്. ഓക്കെ, അപ്പൊ എന്താ പറയാ ഇവിടെ റിപ്പോർട്ട് സ്റ്റാറ്റിക്സുമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് അങ്ങനെ എന്തെങ്കിലും കോവിഡുമായിട്ടൊക്കെ വരുമ്പോൾ എത്ര ആൾക്കാർ ഇന്ന് പേഷ്യന്റ് ഉണ്ടായിരുന്നു, പരിപാലിച്ചവർ എന്തായിരുന്നു, എത്ര പേര് ആ ടൈമിലൊക്കെ നമ്മൾ കൃത്യമായിട്ട് അറിയുമായിരുന്നു അല്ലെ. അപ്പൊ ഇത് ഹോസ്പിറ്റലിലെ ഓരോ റിസപ്ഷനിസ്റ്റ് ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതായത് അവിടെ എത്രത്തോളം കാര്യങ്ങളുണ്ട്. ഇൻ കേസ് ചിലപ്പോൾ അവരുടെ മാനേജ്മെന്റ് ചോദിക്കാണ് നിങ്ങൾക്ക് കുറച്ച് റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് വേണം, അതായത് ഓപ്പറേഷൻ നടത്തിയവരുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ കേസ് ആ ഡോക്ടറിന് എത്ര പേര് വന്നു എന്തെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാനേജ്മെന്റ് ചോദിച്ചാലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ സ്ഥിതിവിവര കണക്കുകളെല്ലാം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൊടുക്കാനായിട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ളത് റിസപ്ഷനിസ്റ്റ് ആണ്. Then schedule hospital admission, test, scan and outside appointments for patients. അതായത് നമ്മള്
പറഞ്ഞു അല്ലെ, നമ്മൾ സാധാരണയുടെ ഹോസ്പിറ്റലിൽ വരുന്നത് ട്രീറ്റ്മെന്റിന്. അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്മിഷൻ വേണം. അതിന് ചിലപ്പോൾ ടെസ്റ്റുകൾക്ക് നമുക്കറിയാം, ചിലപ്പോൾ ഇപ്പോ ക്യാൻസർ പോലെയുള്ള കാര്യങ്ങൾ, റേഡിയേഷൻ കാര്യങ്ങൾ, ഡയാലിസിസിന് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വീക്ക്ലി മന്ത്ലി ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ മിക്കവാറും അങ്ങനെയുള്ള വരുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം ഷെഡ്യൂൾ നമ്മൾ ഡോക്ടറെ കാണുന്ന കാര്യം മാത്രമല്ല, ചിലപ്പോൾ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും, ചിലപ്പോൾ സ്കാനിങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടെങ്കിൽ അതെല്ലാം ഷെഡ്യൂൾ ചെയ്യണം. അതേപോലെ തന്നെ പറയാം, ഔട്ട്സൈഡ് അപ്പോയിന്റ്മെന്റ്സ് ഫോർ പേഷ്യൻസ്, മറ്റേതെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് പേഷ്യൻസിന് വേണ്ടിയിട്ട്. ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ ഹോസ്പിറ്റലിൽ ചില കാര്യങ്ങൾക്കെല്ലാം ഫെസിലിറ്റീസ് കുറവായിരിക്കും. അപ്പൊ എന്ത് ചെയ്യും അവര്, ഈ ചില ഒരു ഇതായിട്ടൊരു ലിങ്ക് ഉണ്ടാവും, ചില ഈ സ്കാനിങ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ഒരു ഫേമുമായിട്ടൊക്കെ ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പൊ അത്തരത്തില് അവരുമായിട്ട് അപ്പോയിന്റ്മെന്റ്സ് ചെയ്യും. നിങ്ങൾ അവിടെ പോയി അപ്പോയിന്റ്മെന്റ് എടുത്താൽ മതി, ഇന്ന സമയത്ത് അവിടെ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് തരും, അതിന്റെ റിപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങൾക്ക് അയച്ചു തരും. അങ്ങനെയുള്ള ഒരു ഇതുണ്ടാവും, കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും അവർക്ക് ഉണ്ടാകും, എഗ്രിമെന്റ് അവർക്ക് ഉണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ ഷെഡ്യൂൾ ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. കേസ് ഒബ്റ്റൈൻ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നത് ഒബ്റ്റൈൻ എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സ് ആസ് റിക്വയർഡ് ബൈ മെഡിക്കൽ പ്രൊഫഷണൽസ്. ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും സ്കാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടുത്തെ റിപ്പോർട്ടുകൾ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് മെഡിക്കൽ പ്രൊഫഷണൽസ് പറഞ്ഞിട്ടുണ്ടാവും, ചില ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചിട്ടുണ്ടാവും, ഇന്ന കാര്യം നിങ്ങൾ ഇന്ന സ്ഥലത്ത് പോയി ചെയ്യാം, ഇവിടെ അതിനുള്ള സൗകര്യമില്ല, അതിന്റെ റിപ്പോർട്ട് നമുക്ക് അവരെ ചെയ്ത് തന്നോളൂ, മെയിൽ ചെയ്ത് തന്നോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ പോയി കളക്ട് ചെയ്യണം. അങ്ങനെ അവരെ എന്തെങ്കിലും ഡോക്ടേഴ്സ് സജഷൻ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് പറയുന്നത്, മെഡിക്കൽ പ്രൊഫഷണൽസ് പറയുന്നതനുസരിച്ച്, ആവശ്യപ്പെടുന്നതനുസരിച്ച് പുറത്ത് പോയി എക്സ്റ്റേണൽ മെഡിക്കൽ റിപ്പോർട്ട്സിന്റെ ആവശ്യമുണ്ടായില്ല അതെല്ലാം കളക്ട് ചെയ്യണം. അതിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചിലപ്പോൾ വാട്സപ്പിൽ അയച്ചു കൊടുക്കുകയോ അങ്ങനെയുള്ള രീതികളൊക്കെ ഇവര് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് റിസപ്ഷനിസ്റ്റ് ബാധ്യസ്ഥരാണ്. Then respond and comply to request for information. നമ്മൾ പറഞ്ഞ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്ന മാതിരി തന്നെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് അല്ലെ, ഹോസ്പിറ്റലിൽ ഇവരുടേതായ കുറെ കംപ്ലൈന്റുകൾ ഉണ്ടാകും. അപ്പൊ അവർ പറയുന്ന കംപ്ലൈന്റുകളായാലും അവർ പറയുന്ന റിക്വസ്റ്റ് അപേക്ഷകൾ എല്ലാം തന്നെ മറുപടി പറയാനായിട്ട്, റെസ്പോണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആർക്കുണ്ടാകുക, നമ്മുടെ റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരിക്കാം. ഡീൽ വിത്ത് ഇൻകമിങ് ആൻഡ് ഔട്ട് ഗോയിങ് പോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പരമാവധി ഇവിടെ വരുന്ന കാര്യങ്ങൾ അല്ലെ, നമ്മുടെ ടെസ്റ്റുകൾക്കോ സ്കാനുകൾക്കോ എന്തിനു വരുന്ന കാര്യങ്ങൾക്കും നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ കൊടുക്കണം. അതിന്റെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണം. എന്തെങ്കിലും നടപടിക്രമങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. നേരത്തെ പറഞ്ഞ മാതിരി ആരെങ്കിലും വൈകി വരുന്നുണ്ട്, നേരത്തെ വരുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡീലിംഗ് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു നോക്കണം. ഒപ്പം തന്നെ മറ്റു ഔട്ട്സൈഡിങ് പോയും പോസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ അവിടെയും ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അവിടെ പോയിട്ടുള്ളത്, അവിടെയും ചിലപ്പോൾ ക്രമപ്പെടുത്തേണ്ടതുണ്ടാവും. നിങ്ങൾ ഇന്ന സമയത്ത് ചെന്നാൽ മതി, അവിടെ ഞങ്ങൾ ചോദിച്ചിട്ട് നിങ്ങൾ അവിടെ ചെന്നാൽ മതി, ഈ ടൈമിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് കിട്ടും എന്നൊക്കെയാണ് പറഞ്ഞേക്കണമെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളും എന്താണ് റിസപ്ഷനിസ്റ്റിന്റെ ഇത് തന്നെയാണ് പറയുന്നത്. Then complete other clerical duties as assigned. എന്തെങ്കിലുമായിട്ടുള്ള നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും വിവരശേഖരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അതർ ഡ്യൂട്ടീസ് എന്തെങ്കിലും രീതിയിൽ ഉണ്ടായെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട്. Then maintaining stock of forms and keep medical office supplies adequately stocked by expecting inventory needs, placing orders and monitoring office equipment. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ നമ്മുടെ ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മുടെ റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്ന ഡോക്ടേഴ്സിനും അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് മിക്കവർക്കും ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്നത് റിസപ്ഷനിസ്റ്റ് ആണ് പറഞ്ഞു. കാരണം അവര് ചെയ്യുന്ന അപ്പോയിന്റ്മെന്റ്സിന്റെ ബേസിലാണ് ഇവരെല്ലാം കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അതനുസരിച്ചിട്ടാണ് ഡോക്ടേഴ്സിന് ഇത്ര വിസിറ്റർ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത്ര ടെസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തരം വ്യക്തികൾ ഇവിടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്, അത് ഇത്തരത്തിലുള്ള മെഷീൻസ് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ആവശ്യമാണ്. അതെല്ലാം ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പറയുന്നത് മെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ് മെഡിക്കൽ ഓഫീസർ സപ്ലൈസ്, ഇത്തരത്തിലുള്ള അപ്പോയിന്റ്മെന്റ്സിനനുസരിച്ചിട്ടുള്ള സപ്ലൈസുകൾ ഇവിടെയുണ്ട്. സ്റ്റോക്ക് ബൈ എക്സ്പെക്ടിങ് ഇൻവെന്ററി, ഇൻവെന്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്കുകളാണ്. അത്രത്തോളം അതുകളുടെ മെഡിസിന്റെ ആണെങ്കിലും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ സ്റ്റോക്ക് അതിന്റെ നീഡ്സ് അനുസരിച്ചിട്ടാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ, അവർ പ്രതീക്ഷിക്കുന്നത്. പ്ലേസിങ് ഓർഡേഴ്സ്, ഇനി എന്തെങ്കിലും ആവശ്യം വരും, ഇപ്പൊ ഇവരുടെ അതനുസരിച്ചിട്ടാണ് ഓർഡേഴ്സുകളൊക്കെ വരുന്നത്. അപ്പൊ നമ്മളോട് വിളിച്ച് ചോദിക്കും എത്ര അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ട്, ഇനി എത്ര സ്കാനിങ്ങിന് വേണ്ടിയിട്ട്, എത്ര ഡയാലിസിസിന് വേണ്ടിയിട്ട് ഇത്ര അപ്പോയിന്റ്മെന്റ്സ് എടുത്തിട്ടുണ്ടോ. അപ്പൊ അതനുസരിച്ചിട്ടാണ് അവർ ആ എക്യുപ്മെന്റ്സ് ഒക്കെ ഓർഡർ കൊടുക്കുന്നത്.
അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മോണിറ്ററിംഗ് ഓഫീസ് എക്യുപ്മെന്റ്, ഓഫീസിന്റെ എക്യുപ്മെന്റ്സുകൾ എന്തോരം ആവശ്യമുണ്ട് എന്നൊക്കെ മോണിറ്റർ ചെയ്തപ്പോ അവർ ചോദിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നത് അനുസരിച്ചിട്ട് മറുപടി കൊടുക്കാനായിട്ട് തയ്യാറായിരുന്നു. അതനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കണം. ഓക്കെ, ഇന്ന കാര്യങ്ങളുണ്ട് എന്നുള്ളത് ചിലപ്പോ അത് നമ്മൾ എന്താ പറയുക അപ്പോയിന്റ്മെന്റ്സ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാവും. അത് അങ്ങോട്ടേക്ക് നമ്മൾ വിടും, ഇത് ഇങ്ങോട്ടേക്ക് വിടും, ആ ഡോക്ടേഴ്സ് ആണെങ്കിൽ ആ വർക്കിലേക്ക് വിടും. അങ്ങനെയൊക്കെ ഉള്ളത് സിസ്റ്റത്തിൽ തന്നെ മാനുവലി അത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മാനുവലി അല്ല, അത് ടെക്നിക്കലി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. Okay, then the next point എന്ന് പറയുന്നത് ensure that the reception area is well maintained neat. പറയാം, റിസപ്ഷൻ ഏരിയ എന്ന് പറയുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. Then last point എന്ന് പറയുന്നത് സേഫ് ഗാർഡ് പേഷ്യന്റ് പ്രൈവസി and confidentiality, protect patient confidentiality, making sure that the protected health information is secured by not leaving a PHI in plain sight and logging off the computer before leaving in unattended. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുന്ന, അതായത് റിസപ്ഷനിസ്റ്റിന്റെ മുമ്പിൽ കസ്റ്റമർ കൊടുക്കുന്ന, പേഷ്യൻസ് കൊടുക്കുന്ന എല്ലാ ഇൻഫോർമേഷൻസ് എല്ലാവർക്കും പാസ് ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നു അല്ലെ. അത് അവര് സെക്യൂർ ആയിരിക്കും. CRM കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം എല്ലാവർക്കും വിസിബിൾ അല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു CRM പഠിപ്പിക്കുന്ന കാര്യം. അപ്പൊ അവരതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണാവോ എല്ലാവർക്കും ഇങ്ങനെ പറ്റിയത്? ചിലർക്ക് വൈകി കയറിയതുകൊണ്ടായിരിക്കും ചാപ്റ്റർ 8 ഫ്രണ്ട് ഓഫീസ് ഇട്ട കുറച്ച് പേര് വൈകി കയറിയിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഏത് ചാപ്റ്റർ ആണ് അറിയാൻ പറ്റാത്തത്. ഓക്കെ, ലാസ്റ്റ് ഒന്നുകൂടി പറയുന്നത് മെയിൻറ്റെയിൻ സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ്പ് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മള് റിസപ്ഷനിസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്പെൻഡബിൾ ആണെന്നൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞു. അതായത് മറ്റുള്ളവരുടെ വ്യക്തികളൊക്കെ ഈ പറയുന്ന വ്യക്തി കളക്ട് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് അനുസരിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അവരവരുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഉണ്ടാവും. അപ്പൊ അവര് ആ സിസ്റ്റം നോക്കിയാണ് ഇന്നില്ല പേഷ്യൻസ് സ്കാനിങ്ങിൽ വരുന്നുണ്ട്, ഇന്നില്ല പേഷ്യൻസ് ഇവിടെ ഈ ഡയാലിസിസ് ഫംഗ്ഷന് വരുന്നുണ്ട്, ഇന്ന പേഷ്യൻസ് ഈ ഡോക്ടറിനെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ട് എന്നൊക്കെ അവര് മനസ്സിലാക്കുന്നത്. അതായത് നമ്മള് ജസ്റ്റ് നമ്മുടെ റിസപ്ഷൻ കൗണ്ടറിൽ ചെല്ലുമ്പോൾ നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് പറയുന്നത് ഈ സ്റ്റോക്ക് ഫോംസ്. അപ്പൊ അവരുടെ നമ്മുടെ ഹോസ്പിറ്റലിന് അറിയണമല്ലോ ഇത്തരത്തിലുള്ള മെഡിസിൻസ് ഇവിടെ വേണം, ഇനി ഈ മെഡിസിൻസ് ഒക്കെ ഇന്ന് എടുത്ത് പോകും, ഇന്ന ടൂൾസുകൾ എക്യുപ്മെന്റ്സ് ഒക്കെ ഇന്ന് എടുത്ത് പോകും. അപ്പൊ പുതിയ പുതിയ ഡിസ്കസുകൾ ഇവിടെ വേണം. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഇൻവെന്ററി നീഡ്സ് എന്നൊക്കെ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട സ്റ്റോക്കുകൾ ഉണ്ടായിരിക്കണം ഇവിടെ. അപ്പൊ അത് നേരത്തെ കൂടി എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പ്രതീക്ഷിക്കും അവര്. ഓക്കെ, ഇന്ന് ഇത്തരം അപ്പോയിന്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ ഇന്ന് അവർക്ക് ഇത്തരം സാധനങ്ങൾ ആവശ്യമാണ്. അത് അവര് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. ആണ് പറയുന്നത് മെയിൻറ്റെയിനിങ് സ്റ്റോക്ക് ഓഫ് ഫോംസ് ആൻഡ് കീപ്പ് മെഡിക്കൽ ഓഫീസ് സപ്ലൈസ് ആഡിക്കേറ്റ്. കൃത്യമായിട്ട് അവര് സപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും സ്റ്റോക്ക് ബൈ എക്സ്പെക്ടിങ് ഇൻവെന്ററി നീഡ്സ്. അത് നേരത്തെ കൂട്ടി പ്രതീക്ഷിക്കുന്നതനുസരിച്ചിട്ടാണ് അവർ സ്റ്റോക്കുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. പ്ലേസിങ് ഓർഡേഴ്സ് അതനുസരിച്ചിട്ട് അവര് ഓർഡറുകൾ കൊടുക്കണം. ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ആവശ്യമാണ് ഇന്ന സാധനങ്ങളൊക്കെ ഓർഡറുകൾ കൊടുക്കുന്നത് ഇവരെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതായത് അപ്പോയിന്റ്മെന്റ്സ് വരുമ്പോൾ ഈ ലാബിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങോട്ടേക്ക് വിൽക്കണം. അതല്ലെങ്കിൽ എന്താ ഡയാലിസിസ് സെന്ററിലേക്ക് പോകേണ്ട കാര്യങ്ങളാണെങ്കിൽ അത് ഡയാലിസിസ് സെന്ററിലേക്ക്. അപ്പൊ അത് ഡ്യൂട്ടി ആരുടെയാണ്? റിസപ്ഷനിസ്റ്റിന്റെയാണ്. വരുന്ന വ്യക്തികൾ ചോദിക്കുന്നത് അനുസരിച്ച് ഡോക്ടറെ കാണാനാണോ അല്ലെങ്കിൽ എന്ത് ഫംഗ്ഷൻ ടെസ്റ്റിന് വേണ്ടിയിട്ടാണോ സ്കാനിന് വേണ്ടിയിട്ടാണോ എന്നുള്ളതനുസരിച്ച് ഇവര് അങ്ങോട്ടേക്ക് കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി അത് ആരുടേതാണ്? റിസപ്ഷനിസ്റ്റിന്റേതാണ് എന്ന് പറയാം. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഒന്നുകൂടി നോക്കാം. ലാസ്റ്റ് ഒരു പോയിന്റ് കൂടി പറഞ്ഞു നിർത്തട്ടെ. എൻഷുർ ദാറ്റ് റിസപ്ഷൻ ഏരിയ ഈസ് വെൽ മെയിൻറ്റെയിൻഡ്, നീറ്റ് ആൻഡ് ക്ലീൻ നമ്മൾ പറഞ്ഞു. അതിന്റെ ലാസ്റ്റ് പറയുന്നത് സേഫ് ഗാർഡ്. നമ്മളപ്പോ പറഞ്ഞു എന്താണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം അവരെ സേഫ് ആയിട്ട് സൂക്ഷിക്കുക അല്ലെ. CRM എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ടാണ് റിസപ്ഷനിസ്റ്റ് ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ അങ്ങനെ കളക്ട് ചെയ്യുമ്പോൾ എന്താണ് ഇൻഫോർമേഷൻസ് എല്ലാം നമ്മൾ പറഞ്ഞു ചിലർക്ക് ചില റിലേറ്റീവ്സിനെ അറിയിക്കുക എന്നുള്ളതാണ് അല്ല ചിലരോരോ കാര്യങ്ങളല്ല. അപ്പൊ ഇൻ കേസ് നമുക്കൊരു പ്രൈവസി വേണമെന്ന് പേഷ്യൻസ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സ് ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതാണ് ഇവിടെ പറയുന്നത്. അതായത് ഇത് CRM വഴിയുള്ള സോഫ്റ്റ്വെയർ വഴിയാണ് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നത്.
അതുകൊണ്ട് തന്നെ അത് എല്ലാവർക്കും വിസിബിൾ അല്ല എന്നുള്ള മാറ്റർ ആണ് അവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. പ്രൊട്ടക്ട് പേഷ്യന്റ് കോൺഫിഡൻറ്റബിലിറ്റി, മേക്കിംഗ് ഷുവർ ദാറ്റ് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ ഇസ് സെക്യൂർഡ്. അത് സെക്യൂർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവസി ആയിട്ട് തന്നെ സൂക്ഷിച്ചിരിക്കും ഈ ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ. അവർക്ക് അതിനുള്ള സംരക്ഷണം, പ്രൊട്ടക്ട് പേഷ്യൻസ് കോൺഫിഡൻസ്, വിശ്വസ്തത എന്നുള്ള സംരക്ഷണം അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ബൈ നോട്ട് ലിവിംഗ് PHI പ്ലേസ് ആയിട്ട്, PHI എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ, അതിന്റെ ഒരു ഷോർട്ട് ഫോം ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും തന്നെ പ്ലേസ് സൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നമുക്ക് വിസിബിൾ അല്ല. ലോഗിങ് ഓഫ് കമ്പ്യൂട്ടർ ബിഫോർ ലിവിംഗ് ഇറ്റ്സ് അൺഅറ്റൻഡഡ്. അതായത് ചിലപ്പോൾ അത് ഇതിന് ശേഷം മറ്റുള്ളവരുടെ പാസ് ചെയ്തതിനു ശേഷം അത് മാഞ്ഞു പോകാനായിട്ടുള്ള ഒരു രീതിയാണ് ഇവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ചില ഇൻഫോർമേഷൻസ് എല്ലാം എന്താ പറയുക, ചില ഇതുകളിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എല്ലാം നമുക്ക് റീഡ് ഔട്ട് കൊടുക്കില്ല. കുറച്ച് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചില കാര്യങ്ങളൊന്നും നമുക്ക് വായിച്ചെടുക്കാൻ പറ്റില്ല. കാരണം അതൊരു സെക്യൂരിറ്റി അവര് കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ PHIയുടെ ഫുൾ ഫോം പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ. ഓക്കെ, അപ്പൊ അതെന്താണ് പറയുന്നത്, അതെല്ലാം നമ്മുടെ ബ്രെയിൻ സെറ്റ് എന്ന് പറഞ്ഞാൽ നഗ്ന നേത്രങ്ങൾ കൊണ്ട് വായിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പൊ അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടേഴ്സിനോ അവരുടെ ഹെൽപ്പേഴ്സിനോ അവർക്കാണ് അത് വായിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതായത് മറ്റു വ്യക്തികൾക്കൊന്നും ഇത് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് കാണാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, നമ്മള് അപ്പൊ പറഞ്ഞ് തുടങ്ങിയത് മുതൽ ഒന്ന് ജസ്റ്റ് വെറുതെ പറഞ്ഞു പോകാം. ഇവരുടെ ഡ്യൂട്ടീസുകളാണ് പ്രധാനമായിട്ടും. എന്താണ് റിസപ്ഷനിസ്റ്റിന്റെ കുറെ ഡ്യൂട്ടീസുകളാണ് പറഞ്ഞത്. പറഞ്ഞുപോയ കാര്യങ്ങളൊക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അവർ നന്നായി വെൽക്കം ചെയ്യണം വരുന്നവരെ. പിന്നെന്താ പറയുന്നത്, അവരോട് നല്ല അവരെ മനസ്സിലാക്കി കൺസിഡർ ചെയ്ത് പരിഗണിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഇരിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും അവർക്കൊരു പരിഗണന കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഐ കോണ്ടാക്ട് അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. ഇതിന് വീണ്ടും പറയുന്നത് അവരോട് വിസിറ്റേഴ്സിനോടൊക്കെ മര്യാദയോട് കൂടിയിട്ട് വിനയത്തോട് കൂടിയിട്ട് പേഷ്യന്റ് വളരെ ശാന്തമായിട്ടൊക്കെ തന്നെയാണ് ഇൻഫോർമേഷൻസ് എടുക്കേണ്ടതും റെസ്പോണ്ട് ചെയ്യേണ്ടതും. ചോദിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി കൊടുക്കേണ്ടതും. തന്നെ രജിസ്റ്ററിനും പുതിയ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവരുടെ സാധാരണ രീതിയിൽ ഹോസ്പിറ്റലിൽ എന്താണ് പ്രോട്ടോകോൾ ഉള്ളത് അതനുസരിച്ചിട്ടാണ് രജിസ്ട്രേഷൻ നടത്തേണ്ടത്. പിന്നെ പറയുന്ന അവരോട് എല്ലാ തരത്തിലുള്ള ഡീറ്റെയിൽസും കളക്ട് ചെയ്യണം. ഇൻ കേസ് ഹോസ്പിറ്റലിൽ വരുന്ന കാര്യങ്ങൾ ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളാണത്. അതേമാതിരി തന്നെ എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ, അതേമാതിരി ഫിനാൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഡിഡക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ആയിട്ട് കളക്ട് ചെയ്യണം. പിന്നെ നെസസറി ഫോംസ്, നമ്മൾ എന്തെങ്കിലും ഫോമുകളൊക്കെ ഫില്ലപ്പ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്, ഇങ്ങനെ എന്താ പറയാ നിങ്ങൾക്ക് കാർഡുകളൊക്കെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അടുത്തതിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഫോമുകൾ ഫില്ല് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഒപ്പം തന്നെ ഇവർക്ക് ഇത്തരത്തിലുള്ള കാർഡുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തണം. പിന്നെ വീണ്ടും പറയുന്നു ഫില്ലിങ് ഇൻഫോർമേഷൻസ് ഒക്കെ ആണെങ്കിൽ അത് കറക്റ്റ് ആണെന്ന്, അത് ആക്യുറേറ്റ് ആണ് അല്ലെ നമ്മൾ പറയുന്ന ചാർട്ടിൽ അല്ലെങ്കിൽ ഫോമിൽ പറയുന്നത് അനുസരിച്ച് ഇവരുടെ കാർഡിൽ ഇങ്ങനെ പേരുകളൊക്കെ ഉണ്ട് എന്നുള്ള കൃത്യമായ ഇൻഫോർമേഷൻസ് ആണ് ഇവർ തന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം. പിന്നെ ഓഫീസ് പോളിസീസ്, ഹോസ്പിറ്റലിന് അതിൻ്റെതായ നയങ്ങളും ഇതുകളൊക്കെ ഉണ്ട്. റൂൾസ് ആൻഡ് റെഗുലേഷൻ അല്ലെ, ഓരോ ഹോസ്പിറ്റലിന് അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കണം. പിന്നെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യുന്നത്, പുതിയ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കൊരു റെക്കോർഡ് ഉണ്ടാക്കണം. അപ്പോയിന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട ഒരു ചാർട്ടൊക്കെ ഉണ്ടാക്കണം. പിന്നെ റെക്കോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർട്ട് ക്രിയേറ്റ് ചെയ്യുന്നതോടൊപ്പം അവിടെ നമ്മൾ പറയുന്ന സിസ്റ്റത്തിലായിരിക്കും നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള റെക്കോർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ പേഷ്യൻസ് അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾ, അവരെ ആരൊക്കെ ഫസ്റ്റ് ടൈം നെക്സ്റ്റ് ടൈം എത്ര നമ്പർ ആണെന്നൊക്കെ ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇൻ കേസ് അവരെ ലേറ്റ് ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അതനുസരിച്ചിട്ട് ക്ലിനിക്കൽ സ്റ്റാഫിനോട് പറഞ്ഞിട്ട് അറേഞ്ച് ചെയ്യണം. പിന്നെ എന്താണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചോദിച്ചറിയപ്പെടുക കോളുകൾ വഴി വരുമ്പോൾ അവർക്കെല്ലാം കൃത്യമായ രീതിയിൽ ശാന്തമായ രീതിയിൽ എല്ലാം മറുപടി കൊടുക്കാനൊക്കെ ആയിട്ട് സാധാരണ രീതിയിലുള്ള ഫോണിൻ്റെതായ മര്യാദകൾ കീപ്പ് ചെയ്തിട്ട് സംസാരിക്കാൻ പഠിക്കണം. അതായത് അത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അങ്ങനെയുള്ള രീതിയിലായിരിക്കണം ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നത് മറുപടി കൊടുക്കാനായിട്ട്. കോളുകൾ എന്തെങ്കിലും കോളുകളെല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ എൻക്വയറീസിന് വരുമ്പോൾ കളക്ട് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യണം. പിന്നെ കളക്ട് കോപ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പല ബില്ലുകൾ ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്യണം.
പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് എന്തെങ്കിലും സ്ഥിതി വിവരണ കണക്കുകൾ കൊടുക്കേണ്ടതുണ്ട്. ടെലിഫോണിഫിക്കേഷൻ എന്ന് വെച്ചാൽ ഫോണിന്റേതായ മര്യാദ, അതായത് ഭയങ്കര വോയിസ്. ഇപ്പൊ വീണ്ടും സ്കില്ലില് എന്ന ഭാഗത്ത് പറയാം, ഫോണിന്റെ മര്യാദകളൊക്കെ വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോഴും ഫോണിന് മറുപടി കൊടുക്കുമ്പോഴും മര്യാദകൾ. ഓക്കെ, അപ്പൊ നമ്മള് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ടെസ്റ്റുകൾ, സ്കാനുകൾ, അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ള അഡ്മിഷന്റെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യണം. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടായിരുന്നത് അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതേമാതിരി തന്നെ എന്ത് ഇപ്പൊ ഈ കംപ്ലയിൻസ് എല്ലാ ഇൻഫോർമേഷൻസ് മാത്രമല്ല, ഇൻ കേസ് എന്തെങ്കിലും റിക്വസ്റ്റോ കംപ്ലയിൻസോ ഒക്കെ വരാനുണ്ട് അതിനെല്ലാം റെസ്പോണ്ട് ചെയ്യണം. പിന്നെന്താണ് ഔട്ട് ഗോയിങ് പോസ്റ്റ്, അവിടെ നേരത്തെ കൂട്ടി ഒരു ടൈപ്പുള്ള സ്ഥാപനങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കണം. പിന്നെ ക്ലിനിക്കലായിട്ട് എന്തെങ്കിലും ക്ലിനിക്കൽ ഡ്യൂട്ടീസ് ഉണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്യാനായിട്ട് റിസപ്ഷനിസ്റ്റ് ബാധ്യതയാണ്. പിന്നെ സ്റ്റോക്കുകൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ തുടങ്ങിയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തതെന്ന് ചോദിച്ചത്. അപ്പൊ എന്താ പറയുന്നത്, സ്റ്റോക്കിന്റേതായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടാണെങ്കിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സോ മെഡിസിൻസോ അതിന്റെയൊക്കെ റെക്കോർഡ്സുകളെല്ലാം കൈകാര്യം ചെയ്യുക. അതായത് നമ്മളുടെ റെക്കോർഡ് അനുസരിച്ച് റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു റെക്കോർഡ് ബേസിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് അവർക്ക് തന്നെ മൂവ് ചെയ്യണം. നമ്മൾ കൊടുക്കേണ്ട ഇൻഫോർമേഷൻസ് ലാബിലേക്ക് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അവിടേക്ക്, അങ്ങനെ എന്തെങ്കിലും എവിടേക്കൊക്കെ കൊടുക്കേണ്ടത് അതെല്ലാം കൃത്യമായിട്ട് അവിടേക്ക് കൊടുത്തിരിക്കുക. എന്നാൽ മാത്രമേ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഇൻവെന്ററി നീഡ്സ്, അവരുടെ സ്റ്റോക്കും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുള്ളൂ. പ്ലേസിംഗ് ഓർഡേഴ്സ് കൊടുക്കാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, റിസപ്ഷൻ ഏരിയ നമുക്ക് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കാം. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന കസ്റ്റമർ കൊടുക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം അതെല്ലാം തന്നെ കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് സേഫ് ആയിരിക്കും. അത് മറ്റൊരു പാർട്ടീസിനൊന്നും വായിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. PHI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫോർമേഷൻ, കൊടുക്കുന്ന വിവരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു കാര്യമാണ്. സാധാരണ രീതിയിൽ എല്ലാവർക്കും വിസിബിൾ അല്ല, വായിച്ചെടുക്കാൻ സാധിക്കില്ല. അവരവരുടെ ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രമേ അത് വായിച്ചെടുക്കാൻ സാധിക്കുള്ളൂ എന്നും പറയുന്നത്. അപ്പൊ അത് ആ രീതിയിൽ തന്നെയായിരിക്കണം ഇവര് ഇപ്പൊ നമ്മള് റെക്കോർഡ് ചെയ്യുമ്പോൾ എല്ലാ ഇൻഫോർമേഷൻസും അങ്ങനെയായിരിക്കില്ല റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ ചില പേഴ്സണൽ ഇൻഫോർമേഷൻസ് എല്ലാം ആ ഒരു ഡോക്യുമെന്റ്സ് ആവുന്ന രീതിയിൽ മാത്രമായിരിക്കും അത് നമ്മള് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നത്. റിസപ്ഷനിസ്റ്റിന്റെ ഒരു ഡ്യൂട്ടിയാണ്. പിന്നെ സ്കിൽസ് നമ്മള് ഓക്കെയാണോ നിങ്ങള്? പിന്നെ സ്കിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ട റിസപ്ഷനിസ്റ്റിന്റെ കുറെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ വീണ്ടും പറയുന്നത് കുറച്ച് കഴിവുകൾ ഉണ്ടായിരിക്കണം, പ്രത്യേകം കുറച്ച് കഴിവുകൾ. നേരത്തെ ഡിസ്കസ് ചെയ്ത കുറെ മാറ്റേഴ്സ് ഒക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെ കഴിവുകളാന്ന് നോക്കാം. ഫോം പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ബില്ലുകൾ ചിലപ്പോ രജിസ്ട്രേഷന്റെ ബില്ലോ ചിലപ്പോ ഫാർമസിയുടെ ബില്ല് അങ്ങനെ എന്തെങ്കിലും ലാബിലെ കാര്യങ്ങൾ ചിലപ്പോ ഒന്നിച്ചായിരിക്കും അടച്ചിരിക്കുന്നത്. പക്ഷെ അവർക്കൊക്കെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതൊക്കെ ഉണ്ടാവും. അപ്പൊ അതനുസരിച്ചിട്ടുള്ള കളക്ഷനൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പൊ റിസപ്ഷനിസ്റ്റിന്റെ തന്നെ നമുക്കറിയാം. റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞ പേഴ്സൺ ആദ്യം തന്നെ നമുക്ക് ബില്ലുമായി കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ബിൽ സെക്ഷനൊക്കെ ഉണ്ടാവും. അപ്പൊ അവര് ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടത് അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഒറ്റയ്ക്കുള്ള പേയല്ല, സെപ്പറേറ്റ് പേയ്ക്ക് പകരം ഒന്നിച്ച് പേ ചെയ്തിട്ടുണ്ട്. അതാണ് പേ എന്ന് പറയുന്നത്. ഇനി സ്കിൽസ് എന്ന് പറയുന്നത് ടെലിഫോൺ ഇൻഡിക്കേറ്റീവ് കസ്റ്റമർ സർവീസ്, ബേസിക് വേർഡ് ആൻഡ് എക്സൽ പ്രോഗ്രാംസ്, മാനേജ്മെന്റ്, മൾട്ടി ടാസ്കിങ്, ഓർഗനൈസേഷൻ ഷെഡ്യൂൾ. അതായത് ഒരുപാട് കുറച്ച് കഴിവുകളൊക്കെ ആർക്ക് വേണം, റിസപ്ഷനിസ്റ്റിന് വേണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഫസ്റ്റ് വൺ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതായത് ആശയവിനിമയം നടത്താനുള്ള ഒരു സ്കില്ല്. നമ്മൾ പറയാതെ തന്നെ അറിയാം അല്ലെ, പേഷ്യൻസിൽ നിന്ന് ഭയങ്കര കുറെ ഡിസ്പ്ലേ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അത് എങ്ങനെ വേണം ഇങ്ങനെ വേണം കളക്ട് ചെയ്യാന്നൊക്കെ കാര്യം. അപ്പം ഏബിൾ ടു ലിസൺ എഫക്റ്റീവ്ലി ആൻഡ് എക്സ്പ്രസ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ. അതായത് നമ്മൾ എപ്പോഴും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നാണ്, എങ്ങനെയാണെന്ന് പറയുന്നത് എഫക്റ്റീവ്ലി, നല്ല കാര്യക്ഷമമായിട്ടാണ് അവരോട് നമ്മൾ സംസാരിക്കേണ്ടത്. അതേമാതിരി തന്നെ ക്ലിയർ ആയിട്ട് വ്യക്തമായിട്ടുള്ള രീതിയിലായിരിക്കണം നമ്മൾ മറുപടി കൊടുക്കേണ്ടത്. ഇൻ കേസ് അവർ പറയുന്ന ഇപ്പൊ പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും, ലിസൺ ചെയ്യുന്നല്ല, ക്ലിയർ ആയിട്ട് നമ്മൾ ലിസൺ ചെയ്യണം, കേൾക്കാൻ തയ്യാറാകണം. ആൻഡ് വൺസെൽഫ് ഇൻ എ ക്ലിയർ ആർട്ടിക്കുലേറ്റ് മാനർ, വ്യക്തമായ ഒരു ക്ലിയർ മറുപടി അവർക്ക് കാഴ്ചവെക്കാം.
then information collection and management. അതായത് ഇൻഫോർമേഷൻസിന്റെ ആ ഒരു കളക്ഷൻ നമ്മൾ പറഞ്ഞിരുന്നത് ചില വ്യക്തികളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലൊക്കെയാണ് വോയിസ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ വളരെ ക്ഷമയോടുകൂടി നിൽക്കണം. എന്നിട്ട് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് പറയുന്നത് ഏബിൾ ടു കളക്ട്, ഓർഗനൈസ് ആൻഡ് മോണിറ്റർ ഡാറ്റ എഫക്റ്റീവ്ലി. അതായത് നമ്മൾ എത്രത്തോളം എന്താണെങ്കിലും നമ്മൾ വളരെ ശാന്തമായിട്ട് തന്നെ നിന്ന് അവരിൽ നിന്ന് പറയണം. ചില ക്രിട്ടിക്കൽ സ്റ്റേജിലൊക്കെയാണ് വരുന്നതെങ്കിലും അവർക്കെല്ലാം തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടും സാധിക്കില്ല. എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ തന്നെ കുറെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് എന്ത് ഡോക്ടറിനെയാണ് കാണേണ്ടത് എന്നൊക്കെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ അത് കളക്ട് ചെയ്യാനുള്ള കഴിവ് ഇവർക്കുണ്ടായിരുന്നു. ഇൻഫോർമേഷൻ കളക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതനുസരിച്ചിട്ട് മാനേജ് ചെയ്യണം അല്ലെ, എങ്ങോട്ടേക്കാണ് ഇവരെ പറഞ്ഞേക്കേണ്ടതൊക്കെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. അത് ചെയ്യാനുള്ള പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ്, ഏബിൾ ടു മൾട്ടി ടാസ്ക്, പ്രയോറിറ്റീസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. അതായത് നമ്മുടെ ഇപ്പോ നമ്മൾ റിസപ്ഷനിസ്റ്റ് ഇരിക്കുമ്പോഴായിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു പേഴ്സൺ വന്ന് എൻക്വയറിക്ക് വന്നതൊക്കെയാണ്. അതിന്റെ ഇടയ്ക്ക് എനിക്ക് ഒരു ഫോൺ കോൾ വരിക, അതിന്റെ ഇടയ്ക്ക് ചിലപ്പോൾ സിസ്റ്റത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുക. അപ്പൊ മൾട്ടി ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടതാണ്. മൾട്ടി കാര്യങ്ങൾ ടാസ്ക് എന്ന് പറയുമ്പോൾ വ്യത്യസ്ത കാര്യങ്ങൾ ഒന്നിച്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അവിടെ ആ ഡോക്ടർ റിസപ്ഷനിസ്റ്റ് തീരുമാനിക്കുക ഞാൻ എന്തിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, മുൻഗണന കൊടുക്കേണ്ടത്. ഇപ്പൊ ചിലപ്പോൾ ആവശ്യക എന്താ പറയുക ക്രിട്ടിക്കലി രീതിയിലായിരിക്കും ഒരു പേഷ്യന്റ് വന്നത്. അപ്പൊ അവരെത്രയും എമർജൻസി രീതിയിലായിരിക്കണം അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതാണോ പരിഗണന കൊടുക്കേണ്ടത്, ചിലപ്പം ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ അവർക്ക് അത് പ്ലാൻ ഉണ്ടായിരിക്കണം, ഇതിനാണ് ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്. അതനുസരിച്ചിട്ടാണ് അവര് അവരുടെ ആക്ടിവിറ്റീസുകൾ അവരുടെ പ്രവർത്തനങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത് എന്നുള്ളത്. അതൊരു കഴിവ് തന്നെയാണ്. പ്ലാനിങ് ആൻഡ് ഓർഗനൈസിംഗ്, ഏറ്റവും മറ്റ് ടാസ്ക് പ്രയോറിറ്റീസ് ആൻഡ് ഷെഡ്യൂൾ ടാസ്ക് ആൻഡ് ആക്ടിവിറ്റീസ്. Then attention to be able to produce accurate and high quality work through concern for all areas involved. അപ്പൊ നമുക്ക് അറിയാം നമ്മള് ഡിസ്കസ് ചെയ്തപ്പോ പഠിച്ചപ്പോ പറഞ്ഞു നമ്മുടെ ഫ്രണ്ട് ഓഫീസിലെ കാര്യങ്ങൾ ബാക്ക് ഓഫീസ് വരെ കൈകാര്യം ചെയ്യുന്നത് ഈ ഫ്രണ്ട് ഓഫീസിലെ കാര്യങ്ങൾ. അതായത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇൻഫോർമേഷൻസിന്റെ ബേസിലാണ് എല്ലായിടത്തേക്കും ഈ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നത്. അപ്പൊ എവിടെയാണ് ഈ വ്യക്തിക്ക് സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടത്, ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ടാണോ, എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ടാണോ, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, എന്താണ് ഇവരുടെ ഹൈ ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള കൃത്യമായ ഒരു നടപടിക്രമം എന്നുള്ളത് ഇവർക്ക് മനസ്സിലാക്കിയില്ല. എന്നിട്ട് അതാണ് അവരുടെ അവർക്ക് അല്ലെ നമ്മള് എല്ലാം കേട്ടുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ട് പറഞ്ഞിരിക്കാന്നുള്ളതല്ല. കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കേൾക്കുന്ന ഇൻഫോർമേഷൻസ് ലിസൺ ചെയ്തിട്ട് കൃത്യമായ ഒരു ഡിസിഷൻ എടുത്ത് ഇവരെ പറഞ്ഞറിയിക്കേണ്ട ഒരു കാര്യം. അറ്റൻഷൻ ടു അത് ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടായിരുന്നു. പിന്നെ കസ്റ്റമർ സർവീസ് സ്കിൽ എന്താ പറയുന്നത്, ഏബിൾ ടു ഡെവലപ്പ് ആൻഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ് ഫോക്കസിങ് ഓൺ അച്ചീവിങ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോ ഒരു മെയിൻ ഗോള് പഠിപ്പിച്ചായിരുന്നു അല്ലെ, അവരെ എങ്ങനെയാണ് പോകട്ടെ എന്ന് പറഞ്ഞത്. സാധാരണ രീതിയിൽ സ്മൈലോട് കൂടി നല്ല സാറ്റിസ്ഫൈഡോട് കൂടിയിട്ടായിരിക്കും പേഷ്യൻസ് ഡിസ്ചാർജ് ചെയ്തൊക്കെ പോവുകയായിരുന്നു. അപ്പൊ ആ ഒരു ഗെയിം പ്രത്യേകമായ രീതിയിലുള്ള എയിം ആയിരിക്കണം വിവരമായിരുന്നത്. അതുപോലെ കസ്റ്റമർ സർവീസ് സ്കിൽ able to develop a customer relationship focusing achieving customer satisfaction. അവരായിട്ടുള്ള ഒരു നല്ല കമ്മ്യൂണിക്കേഷനോട് കൂടി നമ്മൾ തന്നെ പറഞ്ഞത് ഫസ്റ്റ് ടൈം വരുമ്പോ സെക്കൻഡ് ടൈം വരുമ്പോഴേക്ക് അവരോട് ചോദിക്കാൻ ചിലപ്പോ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്സ് ചോദിക്കാൻ ചിലപ്പോ ഡോക്ടേഴ്സിനെ കണ്ടിട്ടുള്ള സേവനങ്ങൾ അവരായിട്ടൊരു നല്ലൊരു അറ്റാച്ച്മെന്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് ഇവർക്ക് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ കസ്റ്റമർ സർവീസ് സ്കിൽ കേസിൽ ചിലപ്പോ ഒരു സ്ഥലത്ത് നിന്ന് അപ്പോയിന്റ്മെന്റ്സ് കഴിഞ്ഞ് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇവർ തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ പറയും നിങ്ങൾ ദൂരെ കണ്ടോ നിങ്ങൾ കണ്ടോ എന്നൊക്കെയുള്ള റിസപ്ഷനിസ്റ്റ് അവർക്ക് ഒരു ഇത് കൊടുക്കും അല്ലെ, വാണിംഗ് കൊടുക്കും. അതൊക്കെ ഒരു തരത്തിലുള്ള ഒരു സേവനം കൂടിയാണ്. അവര് നല്ല പോകുമ്പോൾ എനിവേ ഇവർക്ക് ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനായിട്ട് കഴിവും അവർക്കുണ്ടായിരുന്നു റിസപ്ഷനിസ്റ്റിന് ഉണ്ടായിരുന്നു. പിന്നെ അഡാപ്റ്റബിലിറ്റി, അതായത് യോജിച്ച ഒരു തീരുമാനം, അതാണ് അഡാപ്റ്റബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. ഏബിൾ ടു അഡ്ജസ്റ്റ് approach to meet the changing demands and the situations that includes dealing with the diverse peoples. അതായത് ഒരുപാട് ഡൈവേഴ്സ് പീപ്പിൾസ് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള ജനങ്ങളാണ് റിസപ്ഷനിസ്റ്റിന് മുമ്പിൽ എത്തുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരേ ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്നല്ല, വ്യത്യസ്ത ക്യാരക്ടർ. ചിലപ്പോ റിസപ്ഷനിസ്റ്റിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവരോട് യോജിച്ച് പോകാൻ പറ്റാത്തതായിരിക്കാം. പക്ഷെ എങ്കിലും എന്താണ് അവർ ഏബിൾ ടു അഡ്ജസ്റ്റ് അപ്രോച്ച് അതോടെ അഡ്ജസ്റ്റ്മെന്റോട് കൂടിയിട്ട് മീറ്റ് ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻസ്, ആ സിറ്റുവേഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് മീറ്റ് ചെയ്യാനായിട്ട് തരണം ചെയ്യാനായിട്ട് സാധിക്കണം. ദാറ്റ് ഇൻക്ലൂഡ്സ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾസ്. കാരണം എന്തുകൊണ്ടാണ് വ്യത്യസ്ത തരത്തിലുള്ള പീപ്പിൾസ് ആണ് വരുന്നത്. അപ്പൊ അവരോട് നമുക്ക് ഇഷ്ടപ്പെട്ട റിസപ്ഷനിസ്റ്റിന്
നല്ല അങ്ങനത്തെ രീതിയിലുള്ള അപ്രോച്ച് അല്ല എങ്കിൽ കൂടി അവർക്ക് വിധേയമായിട്ട് അവരുടെ അപ്രോച്ചുകളെ ആറ്റിറ്റ്യൂഡുകളൊക്കെ മാറ്റാനായിട്ട് തയ്യാറാകണം എന്നുള്ളതാണ്. ഓക്കെ, കോൺഫിഡന്റ്, അതായത് നമ്മുടെ വിശ്വസ്തത, അത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഏബിൾ ടു മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യലിറ്റി ആൻഡ് അഡ്ഹർ ടു എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അതായത് നമ്മുടെ വിശ്വസ്തത, നല്ല ഹോസ്പിറ്റൽ നമുക്ക് വിശ്വാസയോഗ്യമാണ് എന്നുള്ള ഒരു എത്തിക്കലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാനായിട്ട് കഴിവുണ്ടായിരുന്നു. ഇവരിൽ നിന്നാണ് നമ്മുടെ ഓവറോൾ ഇംപ്രഷൻ കിട്ടണമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് നല്ലൊരു ഇംപ്രഷൻ കാഴ്ചവെക്കുന്നത് റിസപ്ഷനിസ്റ്റിലൂടെയാണ്. അപ്പം അവർക്കൊരു നല്ലൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് നമ്മളുടെ ഇതല്ലേ, നമ്മുടെ അഡ്ജസ്റ്റ് അഡാപ്റ്റബിലിറ്റിയിലല്ലേ നമ്മളത് പറയുന്നത്. സോറി, adaptability approach changing demands and situations feeling kind of speakers. ഇവിടെ എത്തിക്കൽ, നമ്മള് അതിനോട് എത്തിക്കൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിച്ചു ചേർക്കുക എന്നുള്ളതാണ് ഹിയർ എന്നുള്ള ഒരു മീനിങ്. നല്ലൊരു ഓവറോൾ ഇംപ്രഷൻ അവർക്ക് കാഴ്ചവെക്കണം. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നല്ലൊരു ഹോസ്പിറ്റൽ ഒക്കെയാണ്, ഇത്രയും നല്ല കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് എന്നുള്ള വിശ്വസ്തത അവർക്ക് അവിടെ വരെ എത്തിക്കുക, എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് അവിടെ വരെ എത്തിക്കുക എന്നുള്ള ഒരു മീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദ മോസ്റ്റ് ക്രിട്ടിക്കൽ സ്കിൽ ഇൻക്ലൂഡ്സ്, ഒരു ചെറിയ ടോപ്പിക് കൂടെ ഉണ്ട്, അതായത് ടെലിഫോൺ എറ്റിക്കേറ്റ്, അതായത് കൂടുതലായിട്ടുള്ള ഒരു സ്കിൽ എന്ന് പറയുന്നത് പേഷ്യന്റ് കോളിംഗ്, ദ വേ ഇൻ വിച്ച് ദ ഫ്രണ്ട് ഡെസ്ക് പേഴ്സണൽ ഹാൻഡിൽസ് ദ ടെലിഫോൺ കോൾ ഡിറ്റർമിൻസ് ഹൗ ദ ഫെസിലിറ്റി ഈസ് റിസീവ്ഡ്. അതായത് നമുക്ക് ഫ്രണ്ട് ഓഫീസിലിരിക്കുന്ന വ്യക്തികളുടെ ഫോൺ കോളുകൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, എങ്ങനെയാണ്, എന്തൊക്കെ കാര്യ ഫെസിലിറ്റീസ് ആണ് അവർ പ്രധാനമായിട്ട് കൊടുക്കേണ്ടതെന്നുണ്ടായിരുന്നു. മെഡിക്കൽ ഓഫീസർ റിസപ്ഷനിസ്റ്റ് മസ്റ്റ് ബി എ ഗുഡ് ലിസണർ ആൻഡ് മെയിൻറ്റെയിൻ കോൺഫിഡൻഷ്യലിറ്റി ബിസൈഡ് ഹാവിംഗ് ഗുഡ് ഫോൺ മാനേഴ്സ്. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതായത് നല്ലൊരു മാനേഴ്സോട് കൂടിയിട്ടായിരിക്കണം റിസപ്ഷനിസ്റ്റ് ഈ കാര്യങ്ങളെ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്തിട്ട് വേണം മറുപടിയൊക്കെ കൊടുക്കാനായിട്ട്. അതിനെ പറ്റി വീണ്ടും പറയുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യരുതാത്തത്, ഡു ഡോൺസ്. അതായത് സ്മൈൽ പ്ലസന്റ് ടോക്ക്, നമ്മൾ ചോദിക്കുമ്പോൾ എന്താണെന്നുള്ള ശാന്തമായ രീതിയിൽ പ്ലസന്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. സ്പീക്ക് ക്ലിയർലി, ക്ലിയർ ആയിട്ട് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മേക്ക് ദം വെൽക്കം, അവരെ സാധാരണയായിട്ട് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ വെൽക്കം ചെയ്തിട്ടാണ് നമ്മളെ മറുപടിയൊക്കെ കൊടുക്കേണ്ടത്. ഡോൺസ്, ഡിസ്ട്രാക്ട് എന്ന് പറയുന്നത് എന്താ പറയുക, ഫോൺ വരുന്നത് അനുസരിച്ച് ചോദ്യം ചോദിക്കുന്നതനുസരിച്ച് സംഭ്രമത്തോട് കൂടിയിട്ട് ആൻസർ കൊടുക്കാതെ ക്ഷമയോട് കൂടിയിട്ട് വളരെ ശാന്തമായി തന്നെ മറുപടി കൊടുക്കാനായിട്ട് തയ്യാറാണ്. അതായത് ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞാൽ സംഭ്രമിക്കുക എന്നാണ് മെയിൻ. പിന്നെ ഷൗട്ട് ഓർ വിസ്പർ, ഒച്ച വെച്ച് പറയരുത്. അതേപോലെ വിസ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭയങ്കര ഒച്ച കുറച്ച് വിശ്വസിക്കുന്ന മാത്രമേ എന്നൊക്കെ പറയും, ആ രീതിയിലൊന്നും പറയാതെ നല്ല കൃത്യമായിട്ട് ക്ലിയർ ആകുന്ന രീതിയിലുള്ള വോയിസ് കൂടി സംസാരിക്കാം. പിന്നെ ഹോൾഡ് ഫോർ ടു ഗ്രോവും, ഒരുപാട് നേരം ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക. ഫോണിന്റെ റിസീവറിലെ കുറെ നേരത്തേക്ക് ഹോൾഡ് ചെയ്യാതെ കൃത്യമായ സമയത്ത് തന്നെ മറുപടി ചെയ്യാൻ തയ്യാറാകും. ഇതാണ് ഡു ഓർ ഡോൺസിൽ പറയുന്നത്. ഡിസ്ട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭ്രമം വരുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യം കേട്ടിട്ട് നമുക്കൊന്നും എന്താ പറയുക, ചോദിക്കുന്നവർക്കൊന്നും മനസ്സിലാവാത്ത രീതിയിൽ പാവപ്പെട്ടിട്ട് എന്തൊക്കെയോ പറഞ്ഞു പറയില്ല, ആ രീതിയിലാവാതെ മറുപടി പറഞ്ഞത്. ഓക്കെ, ഇന്നടുത്ത ഭാഗങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. നമ്മുടെ ഈ ചാപ്റ്റർ നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുറച്ച് ക്ലാസ് ആയിട്ട് തന്നെ അവരുടെ റിസപ്ഷനിസ്റ്റിന്റെ കുറെ ഡ്യൂട്ടീസും കാര്യങ്ങളും അവർക്ക് ഉണ്ടാകുന്ന കുറെ കഴിവുകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലപ്പോ അടുത്ത മൊഡ്യൂളിലെ ചാപ്റ്റർ എടുക്കാം. വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്, എന്തായാലും വലിയ ചാപ്റ്റർ മാറ്റും, ചെറുതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ലേബർ റൂം സർവീസ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ലേബർ റൂം സർവീസിന്റെ PDF നോക്കി വെക്കാം. ഇന്നടുത്തതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. ക്ലിയർ ആണോ?
മാം എക്സാം അഡാപ്റ്റബിലിറ്റി ഒന്ന് പറയോ? സ്കിൽസിലുള്ള അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് നമ്മള് അവരോട് ഇതിലല്ലേ അഡാപ്റ്റബിലിറ്റി നമ്മൾ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യണം. അതായത് റിസപ്ഷനിസ്റ്റിന് ചിലപ്പോൾ ചില അവരുടേതായ വ്യക്തിപരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. എങ്കിൽ കൂടി വരുന്ന പേഷ്യൻസ് വരുന്ന കസ്റ്റമറിനെ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു അപ്രോച്ച് മൈൻഡ് അവർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. ചേഞ്ചിങ് ഡിമാൻഡ്സ് ആൻഡ് സിറ്റുവേഷൻ ദാറ്റ് ഇൻ ഡീലിംഗ് വിത്ത് ഡൈവേഴ്സ് പീപ്പിൾ. കാരണം വ്യത്യസ്ത തരത്തിലുള്ള ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള പീപ്പിൾസ് ആണ് വരുന്നത്. അപ്പൊ അവരുടെ ഡിമാൻഡ്സിനനുസരിച്ചിട്ട് നമ്മൾക്ക് കുറെ ആറ്റിറ്റ്യൂഡുകളൊക്കെ ഉണ്ട് എങ്കിലും അതിനനുസരിച്ചിട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോ ഹാർഷായിട്ടായിരിക്കും. ചിലപ്പോൾ പ്രാവശ്യം പറഞ്ഞിടത്തിന് മനസ്സിലാവാണ്ട് വരുമ്പോൾ വീണ്ടും ഒരു ചോദ്യം നമുക്കൊരു ക്ഷമയുണ്ടാവും അല്ലെ, നമുക്കൊരു ഇതുണ്ടാവും. എങ്കിൽ കൂടി നമുക്ക് ഒരുപാട് പണിത്തിരക്ക് കാര്യങ്ങൾ ഉണ്ടാവും. എങ്കിൽ കൂടി അവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ അപ്രോച്ച് മാറ്റിയെടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെയാണോ? ഓക്കെ മാം. ഇനി എന്തെങ്കിലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ. Thank you, ma'am. താങ്ക് യു മാം.